ഹായ് എവ്രി വൺ. അപ്പോൾ ആഫ്റ്റർ ഷവർ എൻ്റെ സ്കിൻ ആൻഡ് ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി തോർത്തിയതിന് ശേഷം ആദ്യം ഞാൻ മുടി പുകയ്ക്കുകയാണ് സാമ്പ്രാണി വെച്ചിട്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി നോക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോഴില്ലേ നമ്മുടെ മുടിക്കൊരു ഫ്രഷ് സ്മെല്ലുണ്ടാവും. നമ്മൾ ഇതിന് മുന്നേ ഇട്ട് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓണിയൻ ജ്യൂസോ എണ്ണയൊക്കെയാണ് ഇട്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അടുത്തത് ഞാനിവിടെ എടുക്കുന്നത് പ്ലമ്മിൻ്റെ റോസ് വാട്ടർ ടോണർ വിത്ത് ഹൈലറോണിക് ആസിഡാണ്. ഇത് ഞാൻ ഡയറക്റ്റ്ലി മുഖത്ത് നമ്മൾ ഫേസ് മിസ്റ്റൊക്കെ യൂസ് ചെയ്യില്ലേ, അതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മോയ്സ്ചറൈസറും സിറമൊക്കെ ഇടുന്നതിന് മുന്നേ ഒരു എക്സ്ട്രാ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് 225 റുപ്പീസാണ്. നൈക്കയിലും ഓഫ്ലൈൻ ഹെൽത്ത് ആൻഡ് ഗ്ലോ സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അടുത്തത് ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ അണ്ടർ ഐസിൽ ഒരു റീവൈറ്റലൈസിങ് ജെല്ല് ക്വെഞ്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏജ് ആകുമ്പോഴില്ലേ അതിൻ്റെ സൈഡ്സ് ആദ്യം കാണുന്നത് അണ്ടർ ദ ഐസാണ്, ഫൈൻ ലൈൻസ് ആയിട്ടും റിങ്കിൾസ് ആയിട്ടൊക്കെ. അപ്പോൾ അവിടെ ആ ഒരു ഏരിയ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനൊരു അണ്ടർ ഐ ജെല്ല് തന്നെ വേണമെന്നില്ല, ഒരു മൈൽഡ് മോയ്സ്ചറൈസർ ആയാലും മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്വെഞ്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അണ്ടർ ഐ ജെല്ലാണ്. ഇറ്റ് റീറ്റെയിൽസ് ഫോർ 399, പക്ഷേ എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അടുത്ത എടുക്കുന്നത് സിറ്റാഫെലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇത് 48 hours വരെ നമുക്ക് ഹൈഡ്രേഷൻ തരും, പിന്നെ സ്കിൻ മോയ്സ്ചർ ബാരിയറിനെ റീസ്റ്റോർ ചെയ്യും. എനിക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്. ഞാനിനി ട്രൈ ചെയ്യാത്ത മോയ്സ്ചറൈസിങ് ബ്രാൻഡ്സ് ഒന്നും ഇല്ല, അത്രമാത്രം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒന്നേ എനിക്ക് ഈ ടീ സോൺ നെറ്റിയുടെ ഭാഗത്തായിട്ട് ചെറിയ ബംസ് വരും, അല്ലെങ്കിൽ എനിക്ക് ചീക്സിൽ വലിയ വലിയ കുരുക്കൾ വരും. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു മൈൽഡ് മോയ്സ്ചറൈസിങ് ക്രീമാണിത്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ് റീറ്റെയിൽസ് ഫോർ 508 റുപ്പീസ്. ഈ ഒരു ട്യൂബ് നിങ്ങൾക്ക് ഒരു 2 മാസം വരെ ലാസ്റ്റ് ചെയ്യും. നമ്മൾ സ്കിൻ കെയർ ഫേസ് മാത്രമായിട്ട് ഒതുക്കരുത്, നമ്മുടെ നെക്കിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ബോഡി ലോഷൻ നൈക്കേന്ന് എടുക്കുകയാണ്. യൂസ് ചെയ്യുന്നത് ലവ് സ്ട്രക്ക് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അക്വലോജിക്കെയർ സൺസ്ക്രീൻ എടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനാണ്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ വീടിനുള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിലും സൺ എക്സ്പോഷർ കാരണം സ്കിൻ ഡാമേജ് ആവും. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് ലിപ്സിൽ പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽറ്റ് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് റെഡ് വെൽവെറ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്പ് ബാം, ഒരു മാസ്ക് ഫോമാറ്റിലുള്ള ബാമാണിത്. പൊതുവേ ഐ ലൈക്ക് ടു സ്മെൽ ഗുഡ് ഓൾ ദ ടൈം. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ പ്രിറ്റി ആസ് പീച്ച് എന്ന് പറയുന്ന ബാത്ത് ആൻഡ് ബോഡിയുടെ പെർഫ്യൂം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതോടുകൂടി എൻ്റെ ആഫ്റ്റർ ഷവർ റുട്ടീൻ ആൻഡ് ദിസ് വീഡിയോ ഇസ് കമ്മിങ് ടു ആൻ എൻഡ്. ഐ ഹോപ്പ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് പറയാനുള്ളത് കോമൻസിൽ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഒക്കെ എടുത്തൊരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുടി ഒന്ന് ഉണങ്ങി കിട്ടി. അപ്പോൾ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.